എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് പരുന്തുംപാറയിലാണ്. ഇന്നലെ രാത്രി നമ്മൾ വണ്ടിയൊക്കെ കൊണ്ട് നിർത്തി ചെറിയൊരു പാചകവും കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങി. ഇതേ ആ ബാക്കിൽ കുറെ ടിൻഷീറ്റുകൾ ഉണ്ടോ? ആ ടിൻഷീറ്റ് ഇട്ടാ കടകൾ കാണുന്നല്ല. അവിടെ പരുന്തുംപാറ, അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടന്നാൽ മതി. മഞ്ഞ രാവിലെ നല്ല തണുപ്പ് കാറ്റത്ത് കാറ്റാ, നല്ല കാറ്റ് വീശുന്നുണ്ട്. ഞാനോർത്തേ വെളിയിലിരുന്ന് പാചകം ചെയ്യാന്ന് വിചാരിച്ചു. നടക്കുമ്പോൾ തോന്നുന്നില്ല. അങ്ങോട്ടെല്ലാം ഫുള്ള് മൂടല, ഒന്നും കാണത്തില്ലല്ലേ? മൂടില്ലായിരുന്നു. നമുക്ക് അങ്ങോട്ട് കുറേ മലകൾ കാണായിരുന്നു. ഇന്നെന്താ കാപ്പിക്ക്? നമ്മളെ വണ്ടി വന്നിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്ത ഒരു സാധനമാണ് ഇടിയപ്പം. ഇടിയപ്പം ശരിയാ, മിക്കപ്പോഴും നമ്മൾ ഉപ്പുമാവും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബിരിയാണി വരെ വെച്ചു, പക്ഷേ ഇടിയപ്പം ഉണ്ടാക്കിയില്ല. അപ്പം ഇടിയപ്പം ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം. അപ്പം വാ പോരെ. പിന്നെയും തെളിവുണ്ടായിരുന്നു, ഇപ്പം പിന്നെയും കോട കയറി. നേരത്തെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ആയിരുന്നു അവിടെ ടിൻഷീറ്റ് കടകളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഒന്നും കാണില്ല. അതെ. അപ്പം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അതെ, സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുക. അതെ, മഴയുണ്ടല്ലോ, പക്ഷെ പെട്ടെന്ന് പോവാ മഴ. ഇപ്പം മാറും കൊച്ചേ, നല്ല മഴ. ഇടിയപ്പത്തിന് വെള്ളം വെക്കാലോ എന്ന് വിചാരിച്ചാ വന്നത്. ഈ വെള്ളം കൊണ്ട് ഇപ്പൊ പൊടി നനയും. പച്ചവെള്ളത്തിൽ കുഴക്കേണ്ടി വരും, ചൂടുവെള്ളത്തിലാണ് കുഴക്കേണ്ടിരുന്നത്. ആ തിരിച്ചു തന്നെ കയറാതെ മഴ കൂടി. രക്ഷയില്ല. മഴ പോയി കേട്ടോ. എന്നാ വെളിയിലോട്ട് ഇറങ്ങിയാലോ? വെളിയിലോട്ട് ഇറങ്ങാം. മഴ പോയി. ഇതേ ചെറുതായിട്ട് ഇല്ല, നല്ല കോട കയറുന്നുണ്ട്. തെളിഞ്ഞില്ല, കോട കയറുന്നുണ്ട്. എന്നാൽ വെളിയിലോട്ട് ഇറങ്ങാം. ഞാൻ എന്തായാലും വെള്ളം തിളപ്പിക്കാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, അത് തിളച്ചിട്ട് ഇറങ്ങി വരാം. വെള്ളം നല്ലപോലെ തിളച്ചു. ഇനി നമുക്കേ പൊടിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി നോക്കണം വെള്ളത്തിൻ്റെ കണക്ക്. പേസ്റ്റ് പോലെ ആവണോ? പേസ്റ്റ് പോലെ ആവണ്ട, ബോള് പോലെ ആവണം. ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ. പക്ഷെ അതെങ്ങനെ വന്നു വെച്ച് കഴിഞ്ഞാൽ എന്നും ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു കണക്കുണ്ട്, അത് പറയാനറിയത്തില്ല എങ്ങനെ എന്തോരം വെള്ളം ഒഴിക്കണമെന്നൊന്നും. ഇങ്ങനെ കുഴച്ച് നോക്കണം. നമ്മൾ കുറച്ച് പൊടി എടുത്താലും ചില പൊടികൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴിപ്പിച്ചിട്ട് പൊലിക്കും. കണ്ടോ, അങ്ങനെ ഉരുട്ടുമ്പോൾ ആ ഒരു ഇങ്ങനെ വരും. ഇനിയാണ് നമ്മൾ ഉരുട്ടിയിട്ട് ഇതിൽ വെക്കുന്നത്. ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കാം. വേറെ പണിയുണ്ട് മുത്തേ. ക്യാരറ്റ് കിഴങ്ങൊക്കെ എടുക്കണം സ്റ്റൂവിന്. ഇപ്പോൾ നമുക്ക് സ്റ്റൂവിന് വേണ്ട പച്ചക്കറിയൊക്കെ എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് 2 എണ്ണം, ഉരുളക്കിഴങ്ങ് 3 എണ്ണം, 2 ക്യാരറ്റ്, 2 സവോള. ഇതൊക്കെ അരിയാം. പച്ചമുളകും ഇഞ്ചിയൊക്കെ അവിടെ പൊളിച്ചോണ്ടിരിക്കുന്നുള്ളൂ. ഇഞ്ചിയും. പുത്തേ ട്രാവൽ വ്ളോഗിന്റെ കുട്ടിക്കാനം വാഗമൺ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, കിഴങ്ങരിയുമ്പോഴേ ആ പീസിന്റെ അളവൊക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ സ്റ്റൂവിന് ടേസ്റ്റ് കാണുകയില്ല. കറക്റ്റാ, ഒന്നിനും ഒരു വ്യത്യാസവും ഇല്ല. സ്കെയിലും എല്ലാം വേണോ? വേണ്ട. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇഞ്ചിയും വെളുത്തുള്ളിയും സവോള അരിഞ്ഞു. പിന്നെ നമുക്ക് ചിക്കൻ സ്റ്റൂ അല്ലേ ആദ്യം വെക്കുന്നത്. എന്നിട്ട് ഇത് അടുപ്പിൽ വേറെ നേരത്തിന് ഇടിയപ്പം ഉണ്ടാക്കാം. അപ്പം ആദ്യം ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം എണ്ണ നന്നായിട്ട് ചൂടായി. മസാലകൾ ഇട്ട് കൊടുക്കുക. അതായത് ഏലക്ക, ഗ്രാമ്പൂ, തക്കോലം ഇതെല്ലാം ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരും. ഇഞ്ചി വെളുത്തുള്ളികൾ ഇട്ട് കൊടുക്കാം. ധൈര്യം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. അടുത്തായി നമുക്ക് കുറച്ച് ക്രഷ്ഡ് പെപ്പർ ഇടാം. പെപ്പർ ഇച്ചിരി കൂടുതലിടാം. വേറൊന്നുമല്ല, പച്ചമുളക് നമ്മുടെ കയ്യിലില്ല. എരിവിന് ആവശ്യമായ കുരുമുളക്. ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് ക്യാരറ്റും കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ആദ്യം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ബോൺലെസ് പീസ് അല്ലേ? ബോൺലെസ് പീസൊന്നുമില്ല. ബോൺലെസ് പീസ് ഇന്നലെ ഞാൻ വറുത്ത് തന്നായിരുന്നു. ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് വേവിക്കാം. ഒരാളിത് അതുവഴി ഓടിക്കളിച്ച് നടക്കുന്നുണ്ടോ? ഏട്ടനുണ്ടോ കൂടെ? കൊച്ചുണ്ടോ അവിടെ? മറ്റേ ബബിള് വിട്ട് കളിക്കുക. രാവിലെ കണ്ട മലയൊന്നും കാണുന്നില്ല. കാറ്റുള്ളോണ്ടേ ഊതണ്ടോ? അതാ പറഞ്ഞ ദാമി ഇവിടെ നില്ലേ, ചുമ്മാ പിടിച്ചാ മതിയല്ലേ? അതെ, ദാമി കോമള പൊട്ടിക്കാനായിട്ട് നിൽക്കുക. കോമള പറന്നു പോവായിരുന്നു. വെള്ളം ഒഴിച്ചായിരുന്നല്ലോ? ഇല്ലില്ല, നമ്മളെ 2ാം പാലിലാണ് ഈ ചിക്കനും ഒക്കെ വേവിച്ചെടുക്കുന്നത്. അപ്പം ഞാൻ 2ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ. അതെ,
ഇതൊന്ന് വെന്ത് പകുതി വേവാകുമ്പോൾ നമുക്ക് ക്യാരറ്റും കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം. പശുവൊക്കെ പുല്ല് മേയുന്നു. ഇപ്പഴൊന്ന് വെട്ടം വീണല്ലേ. സ്റ്റൂ ഇവിടെ റെഡി ആവട്ടെ. ഇടിയപ്പം നമുക്ക് വെളിയിൽ. യെസ്, ഇഡലി പാത്രം. മഞ്ഞൊക്കെ മാറി നല്ല തെളിവായി. അതാണ് പരുന്തംപാറ വ്യൂ പോയിന്റ്. അങ്ങ് താഴെ നിന്ന് കോടമഞ്ഞ് കയറി വരുന്നുണ്ട്. ചിക്കൻ പകുതി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റും കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ വെള്ളം ഒഴിച്ചായിരുന്നോ? ഇല്ല, ആ ചിക്കന്റെ വെള്ളവും പിന്നെ തേങ്ങാപ്പാല് 2ാം പാൽ ഒഴിച്ചില്ലായിരുന്നു. ഇനി ഇതും കൂടെ വന്നിട്ട് നമുക്ക് 1ാം പാൽ ഒഴിക്കാം. ഇടിയപ്പത്തിന്റെ മാവ് നല്ലപോലെ കുഴച്ചെടുത്തു. ഇത് നമുക്ക് അച്ചിലോട്ടിട്ട് ഇടിയപ്പം സെറ്റ് ചെയ്യാം. ബാ, മുത്താണ് ഇന്ന് കയ്യാള്. കയ്യാളൊക്കെ ഞാൻ ഞാൻ ഇനി ഇത് കറക്കണ. കയ്യാളാണ് വരുത്തുന്നത്. അല്ല, ദാമിക്ക് കറക്കണോന്ന് പറഞ്ഞില്ലായിരുന്നോ? വാ, ഇടിയപ്പത്തിന്റെ തട്ടയിലോട്ട് ഞാൻ വെളിച്ചെണ്ണയും തേച്ച് തേങ്ങായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നിന്ന് ചെയ്യുമ്പോഴേ ബാലൻസ് ഉള്ളു. ഇരുന്ന് ചെയ്തിട്ടുണ്ട്. ഇതേ അധികം പൊങ്ങി ഇങ്ങനെ ഇതായിട്ട് നിന്നാലേ മണ്ടയിലത്തെ തട്ടിൽ മുട്ടും. ഇത്രയും മതി. ഒന്നും ജയ് ഹനുമാനൊന്നുമല്ല. മുറിച്ചോ. എനിക്ക് ഇവിടെ അത് അങ്ങോട്ട് നോക്കൂ. വേറെ മുറിക്കൊന്നും വേണ്ടേ? ആ സൈഡിൽ വീടില്ല. അപ്പം ഇടിയപ്പം അടുപ്പിൽ കയറി. ഓക്കെ, നമ്മുടെ ചിക്കനൊക്കെ വെന്തു. ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇച്ചിരി വെള്ളം പറ്റിയായിരുന്നു. അപ്പം ഇനിയിപ്പം നമുക്ക് 1ാം പാൽ ഒഴിച്ച് വാങ്ങിയേക്കാം. 1ാം പാൽ ഞാൻ കപ്പിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചാറ് കുറവാണോ? ചാറ് ഇപ്പം ഇതും കൂടെ ചേരുമ്പോൾ വന്നോളൂ. ഇതെന്നെ പൊന്നു 2 സൈഡിൽ കൂടെ മാവ് തിരിച്ചിറങ്ങുന്ന. അത് ചില്ല് വെച്ചില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ കരുതുന്നത് അറിയാത്ത കൊറേ ആയാലോ ഞാൻ ഫില്ല് ചെയ്തു. ഇത്രയും ചാറ് പോരെ? മതി. അപ്പം ഇനി വെളിച്ചെണ്ണയൊന്നും ഒഴിക്കുന്നില്ല. കറിവേപ്പില മാത്രം ഇട്ട് വാങ്ങിയേക്കാം. ഇടിയപ്പം വെന്തിട്ടുണ്ട്, നമുക്ക് എടുക്കാം. കണ്ടോ, ഇടിയപ്പം റെഡി. ഇനി 2 തട്ടും കൂടെ ഉണ്ടാക്കണേ. ഇടിയപ്പം റെഡി, സ്റ്റൂ റെഡി. എല്ലാരും വേഗം കഴിച്ചോ. ഇടിയപ്പം സ്റ്റൂളോ? സ്റ്റൂ, ചിക്കൻ സ്റ്റൂ. ചായ അടുപ്പേലിരിക്കുന്നു. ചായ അടുപ്പേരുന്നാ കുടിക്കുകയല്ല. തിളക്കട്ടെ, കഴിക്കുമ്പോ തരാം. അതെ, വിശപ്പ് കൂടുതലുള്ള ആൾക്ക് ആദ്യം കൊടുക്ക്. വയലന്റ് ആദ്യം. ആ പെടലേക്ക് തന്നെ സ്റ്റൂ കൊള്ളാലോ. ചാറ് ഇച്ചിരി കൂടുതൽ ഒഴിച്ചു. ഇതെന്റെ കിഴങ്ങും സ്റ്റൂ വലിയ കുഴപ്പമില്ല കേട്ടോ. ആരാ വെച്ചത്? അതെ, ആരാ അരിഞ്ഞ്? കിഴങ്ങ് അരിഞ്ഞതിന്റെ ഗുണമാ ഇത്രയും ടേസ്റ്റ്. തേങ്ങ ചരണ്ടി നമുക്കൊന്നുമില്ലേ? സ്റ്റൂവിനല്ലേ? സ്റ്റൂവിന് തേങ്ങ ചരണ്ടിയോ? ഇടിയപ്പത്തിന്. അപ്പം മഞ്ഞും കോടയൊക്കെ പോയി നല്ല തെളിഞ്ഞു. എത്ര നേരത്തേനാന്നറിയത്തില്ല. അതെ, എത്ര നേരത്തേനാന്നറിയത്തില്ല. പെട്ടെന്ന് തന്നെ മൂടുന്നു. ഏത് സമയവും കോട ഇറങ്ങാം. അങ്ങോട്ട് നോക്കി എന്ത് രസാ കാണാൻ. അവിടെ അറച്ച് തേയിലത്തോട്ടം. അതുകൊണ്ടോ അങ്ങ് നോക്കുമ്പോ തേയിലത്തോട്ടം. അവിടൊക്കെ ഇഷ്ടംപോലെ മലനിരകളാ. ഇവിടെ നിന്നാലും ശബരിമല വനത്തിന്റെ ഒക്കെ ഒരു ഏരിയ ഒന്ന് കാണാന്നാ പറയാ. ഇവിടെ വിളക്കാണ്, മകരജ്യോതി. അതിനുവേണ്ടി അയ്യന്മാര് വരുന്ന ആ സമയത്ത് ഇഷ്ടം പോലെ. എത്ര മലനിരകളാന്ന് നോക്കിയാ ഇങ്ങനെ. ഇതൊക്കെ എന്നാ അടിപൊളിയല്ലേ ഇതൊക്കെ. ഈ പരുന്തംപാറയുടെ മെയിൻ അട്രാക്ഷൻ തന്നെ ഈ മലനിരകളാ. ഇതുപോലെ ഇഷ്ടംപോലെ പുൽമേടുകളുള്ള നല്ല വനമുള്ള മലകളായി കാണുന്ന എല്ലാം. എന്നാ പിന്നെ നമുക്കേ വണ്ടി എടുത്ത് ചുമ്മാ അതിലേ ഒന്ന് കറങ്ങിയിട്ട് പോയേക്കാം. പോയേക്കാം. നമുക്ക് നമ്മുടെ തോക്കുമാരന്റെ വണ്ടിയും കൊണ്ടില്ല പറഞ്ഞു. അതാണ് നമുക്കിങ്ങനെ മേൽക്കൂടെ അതിലേക്ക് കയറിപ്പോം. കാറ് കയറിപ്പോന്ന് കണ്ടോ മുത്തേ? ഈ സ്ഥലം ഓർമ്മയുണ്ടോ മുത്തിന്? എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ എൻഡോർ കൊണ്ടുവന്ന് ഇതുവഴി കയറ്റിയതാ. ഇതുവഴി ഇതിലേ അല്ല, ഇതിലെ നേരെ മുകളിലേക്ക് മൊത്തം ഓടിച്ച് കയറ്റിയതാ വണ്ടി. എൻഡോർ. പിന്നെ ലൈസൻസ് കിട്ടിയ സമയത്ത് അതെ, ഒത്തിരി നാളായി. ഈ സൈഡ് ഇങ്ങനെ അങ്ങോട്ട് വ്യൂ പോയിന്റാ.
പരുന്തുംപാറ ദ മോസ്റ്റ് ഫേമസ് ടൂറിസ്റ്റ് പ്ലേസ് ഇൻ പീരുമേട് ഗ്രാമപഞ്ചായത്ത്. ടാഗോർ മൗണ്ട്. ഇവിടെയൊക്കെ ഈ കടകളെല്ലാം പഞ്ചായത്ത് നല്ല അടിപൊളി ബിൽഡിങ്ങുകൾ എന്ന് പറഞ്ഞാൽ നല്ല ഷോ ഉള്ള കേരള സ്റ്റൈൽ ബിൽഡിങ്ങുകൾ വെച്ച് കൊടുക്കണം. ഇത് ഈ ചുമ്മാ ഷീറ്റും അടിച്ച് പ്ലാസ്റ്റിക്കും കെട്ടി ഈ സ്ഥലത്തിൻ്റെ ഭംഗി പോകും. ഏതൊക്കെയായാലും കോടശകലം കുറവുണ്ട്, മഞ്ഞ് കുറവുണ്ട്, അതുകൊണ്ട് നല്ലപോലെ കാണാം. പരുന്തുംപാറ മാതാ ചർച്ച്, ആനക്കുത്തി വളവ് 5 കിലോമീറ്റർ. നമ്മുടെ ഇത്രയും തൊട്ടടുത്ത് തന്നെ എന്ത് സുന്ദരമായ സ്ഥലങ്ങളുണ്ടല്ലേ. ആ, നമ്മളിപ്പോ കോട്ടയത്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ 2 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ മതി ഇവിടെ എത്താൻ. 1.5 മണിക്കൂർ 2 മണിക്കൂർ അത്രേ ഉള്ളൂ. മറ്റഡോറിലൊരു ചായക്കട ഇന്ന് തുറന്നിട്ടില്ല. കണ്ടോ, നമുക്ക് വേണ്ടിയിട്ട് കോടയെല്ലാം മാറി തന്നു. താഴേക്കൊന്ന് നോക്കി. താഴോട്ടല്ലേ, ഞാൻ മേളിലോട്ടേ നോക്കും. മുകളിലോട്ട് നോക്കി ആകാശമല്ലേ കാണുള്ളൂ. അല്ല, നേരെ നോക്കും, കീഴോ താഴോട്ട് അങ്ങനെ നോക്കത്തില്ല. പേടിയായിരിക്കും താഴോട്ട് നോക്കാൻ. അതെന്തറിയത്തില്ല, കുഞ്ഞിലേ മുതലുള്ളതാ. ആഴം വന്ന് നോക്കിയേ കൊക്ക. അത് ആ മരത്തിന്റെ എല്ലാം മേളുവശ കാണുന്നത്. ഇപ്പോഴും അതിന്റെ അടിവശം ഇവിടെ നിന്ന് കേട്ടോ, അങ്ങ് അകലെയാ പിന്നെ മകരജ്യോതി കാണുന്നത്. ഇതേ അങ്ങോട്ട് നോക്കുമ്പോ അത് കണ്ടോ, അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അതുവഴിയൊക്കെ നടന്നു പോകാൻ പറ്റുമായിരുന്നെങ്കിൽ. നടന്നു പോകാനൊക്കെ പറ്റുമായിരിക്കും. ഇവിടെ ഉള്ളവരെ വല്ലതും വഴി അറിയാവുന്നവര് നടക്കും. ഏതാ മലേനെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അതെ, അതെ അവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങിയിരിപ്പുണ്ട്. അതിലേ പോകട്ടോ. അത് ആ മലയിൽ ഒരു വെള്ളച്ചാട്ടം, അതിന്റെ മേളിൽ അവിടെ കണ്ടോ? അത് രണ്ടും ഒന്ന് അത് തന്നെ ആയിരിക്കും ചിലപ്പോ. ഇത് ഇങ്ങോട്ട് ഒഴുകി വരും. ഇതും അത് തന്നെയാന്ന് തോന്നുന്നു. അതെങ്ങനെ ശരിയാവും? ഇത് വേറെ മലയല്ലേ? പാലൊഴുകും പാറ വാഗമണില്ല കേട്ടോ. നമ്മളത് ഇങ്ങോട്ട് വന്നപ്പോ കണ്ടോ, കുറച്ചുകൂടി ആ വെള്ളം ഒഴുകി വരുന്നത് കാണാം. ആ വെള്ളച്ചാട്ടം എവിടെ നിന്നാ വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതെല്ലാം ഓരോ മലയിൽ നിന്നും വരുന്ന. ഇവിടെ പാരാഗ്ലൈഡിങ് ഒക്കെ ചെയ്യണം. ഇല്ല, ഒരു സിപ്പ് ലൈൻ ആണല്ലോ മതി. സിപ്പ് ലൈൻ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. അല്ല, ഇതില് പാരച്യൂട്ടിലൊക്കെ പറഞ്ഞതൊക്കെ നല്ല രസാ. പിള്ളേർക്ക് 3 പേർക്കും ഓരോ കളിപ്പാട്ടം മേടിച്ചോട്ടെ. 3 പേർക്കല്ല, 4 പേർക്കും. ഇപ്പൊ ഇവരെല്ലാരും പരുന്തുംപാറ ഇറങ്ങാൻ വന്നാ. നിങ്ങൾ എവിടുന്നാ? പത്തനംതിട്ട. ഇവരെ ഗവി പോയിട്ട് വന്നാ പറഞ്ഞേ. ഗവിക്കല്ലേ? പത്തനംതിട്ട നിങ്ങൾ അങ്ങനെ കയറി വന്നു അല്ലേ? ആങ്ങമൂഴിന്ന്. ആ, പേരെന്നാ? ജെർമി, അഗസ്റ്റിൻ, അലൻ. രണ്ടുപേരും അലൻ. പഠിക്കാണോ? പ്ലസ് 2 കഴിഞ്ഞ്. താങ്ക് യു. പിന്നെ നമുക്കിനി നേരെ വീട്ടിലേക്ക് പോയേക്കാം അല്ലേ? സ്ട്രൈറ്റ് ഹോം. ദാമിക്കുട്ടിക്ക് നാളെ സ്കൂളിൽ പോണം. ദാമിക്കുട്ടി ഇനി ഒരു വിദ്യാർത്ഥിയാണ്. അതെ, വിദ്യാർത്ഥിനി അല്ലേ? നാളെ പുതിയ ബാഗും യൂണിഫോം ഒക്കെ ഇട്ടോണ്ട് പോണം അല്ലേ ദാമിക്കുട്ടി? ആ, ഏതാ കൊച്ചിൻ സംശയം ചോദിച്ചേ, ബാഗ് യൂണിഫോം മാത്രം ഇട്ടാ മതിയോ? ഇടുക്കി ജില്ലയിലെ ഒരു അടിപൊളി ഹിൽ സ്റ്റേഷൻ ആണ് പരുന്തുംപാറ. പരുന്തുംപാറയും കുട്ടിക്കാനൊക്കെ അടുത്തടുത്താ. കുട്ടിക്കാനവും നമ്മുടെ പാഞ്ചാലിമേടും എല്ലാം അടുത്തടുത്ത് തന്നെയുള്ള സ്ഥലങ്ങളാണ്. ഞാൻ പരുന്തുംപാറ കണ്ട് കുറെ നാളായിരുന്നു. കുറെ നാള് കൂടി വന്നുകൊണ്ട് ഭയങ്കര ഭംഗി തോന്നുന്നു സ്ഥലത്തിന്. പിന്നെ മഴയല്ലായിരുന്നോ? മഴയും മഞ്ഞും നല്ല ക്ലൈമറ്റ് അല്ലേ ഇപ്പൊ? കോട്ടയത്ത് നിന്ന് ഒരു 85 കിലോമീറ്റർ ഉണ്ട് പരുന്തുംപാറയ്ക്ക്. മുണ്ടക്കയത്ത് നിന്ന് 30 കിലോമീറ്റർ. പീരുമേട്ടിൽ നിന്ന് ഒരു 6 കിലോമീറ്ററേ ഉള്ളൂ. അതേപോലെ തന്നെ കുമളിയിൽ നിന്നൊരു 25 കിലോമീറ്റർ ഉണ്ട് പരുന്തുംപാറയിലേക്ക്. ദാമിക്കുട്ടിക്ക് നാളെ സ്കൂളിൽ പോകണം. അത് തന്നെയല്ല, നമ്മുടെ രാജേഷ് ബ്രോയുടെ നടുവിന് ഭയങ്കര വേദനയാണ്, നടുവ് പ്രശ്നമാണ്. അപ്പൊ അത് ഹോസ്പിറ്റലിൽ കാണിക്കണം. അതുകൊണ്ട് സംസാരം പോലും ഇല്ല, വണ്ടിയെ തന്നെ ഇരിക്കുകയായിരുന്നു. ഇല്ല, ശരിക്കും ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെയൊക്കെ കണ്ട് ഒരു ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തായിരുന്നു. അതെ, എല്ലാരും ഹോസ്പിറ്റലിൽ പോയി. ആ, അപ്പം എല്ലാം റെഡി ആവുമായിരിക്കും എന്നുകൊണ്ട് പോന്നാ. അപ്പൊ കൂടുതലൊന്നുമില്ല, കുറഞ്ഞില്ല. പിറ്റേ ദിവസം കുറയുന്ന വിശ്വാസത്തിലാണ് നമ്മള് പോകുന്നത്. അതെ, ഇത് നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടം. ഉറങ്ങിയ ആളിത് ഏറ്റു വരുന്നു. ആ ബോഗൺവില്ല കേട്ടോ, ഇത് നല്ല പൂത്ത് നിൽക്കുന്ന കേട്ടോ. കളറാ, നല്ല കളറ്. ഇത് ഇവിടുത്തെ ക്ലൈമറ്റിന്റെ അല്ല, എല്ലാ പൂവിനും നല്ല കളറാണ്. ശരിയാ. ശ്രീനാരായണ ട്രസ്റ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഇങ്ങോട്ട് നല്ല
തേയിലത്തോട്ടങ്ങളാണ്. ഇവിടെയൊക്കെ പശുവിനെ ചുമ്മാ അഴിച്ചു വിട്ടേക്കുക. ഇന്നലെ രാത്രി വൈകുന്നേരം കണ്ടായിരുന്നു. രാത്രി വന്നപ്പോ ഒത്തിരി പശു നിപ്പില്ലായിരുന്നു റോഡില്. ഞങ്ങള് രാത്രി വന്നപ്പോ പശു ഇല്ലായിരുന്നു, മനുഷ്യനും ഇല്ലായിരുന്നു. അപ്പൊ അവരെല്ലാം വീട്ടിൽ പോയി. ഞങ്ങള് നേരത്തെ എത്തിയില്ലേ. ഇപ്പൊ നമ്മളിത് KK റോഡിലെത്തി. കുട്ടിക്കാനം വഴിയാണ് പോകുന്നത്. കുട്ടിക്കാനം വഴി പോവാം. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ കുട്ടിക്കാനം, റൈറ്റിലേക്ക് പോയാൽ കുമളി. ഇതല്ലേ ഏലത്തോട്ടം. ഇവിടെ റൈറ്റ് സൈഡ് മൊത്തം തേയിലത്തോട്ടം, ലെഫ്റ്റ് സൈഡ് ഏലത്തോട്ടം. അത് ശരിയാ. മഴക്കാലം ആയി കഴിഞ്ഞാൽ ഇതിലെ യാത്ര നല്ല അടിപൊളിയാ. ഇപ്പം ഇന്ന് മഴയില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ നല്ല ഇച്ചിരൂടെ ഒരു ഇതായിരുന്നു. പക്ഷെ മഴയില്ലാത്തതുകൊണ്ട് പറ്റുന്നുണ്ട്. കോടയും കുറവാണ്. മത്തായിക്കൊക്കെ ഇത് ഒത്തിരി പഴയ ഒരു ക്ഷേത്രമാണ്. വളഞ്ഞെങ്ങാനം വാട്ടർഫാൾസ് 8.5 കിലോമീറ്റർ. അഴുത ബ്രിഡ്ജാ ഇത്. അഴുത നദിയാണ് താഴെക്കൂടെ ഒഴുകുന്നത്. അപ്പൊ ഇതാണ് പീരുമേട് ടൗൺ. പോലീസ് സ്റ്റേഷൻ പീരുമേട് മുകളിൽ. കൊട്ടയം കുമളി കമ്പംമെട്ട്. അതെ, ഈ മത്തായിക്കൊക്കെ എങ്ങനെ പേര് വന്നേ? മത്തായി എന്ന് പറഞ്ഞ ആള് പണ്ട് കാളവണ്ടിയിൽ തമിഴ്നാട്ടിൽ നിന്ന് ചരക്കുമായിട്ട് കേരളത്തിലേക്ക് ഇവിടെ മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി, കോട്ടയം ഒക്കെ കൊണ്ടുകൊടുത്തോണ്ടിരുന്ന ഒരാളായിരുന്നു. അങ്ങനെ വന്നപ്പോൾ പണ്ട് ഒരുപാട് വർഷം മുന്നേ കേട്ടോ, വഴിയൊന്നും നല്ലതല്ലോ അന്ന്. അങ്ങനെ വന്നപ്പോൾ അതിലേ വന്നപ്പം താഴെ ഭയങ്കര കൊക്കയാ. കണ്ടായിരുന്നോ? താഴോട്ട് ഭയങ്കര കൊക്കയാ അവിടെ. അപ്പം ഈ കാളവണ്ടിയുടെ അടിയിൽ കണ്ടിട്ടില്ലേ ഒരു റാന്തൽ പോലെ ഒരു വെട്ടവേ ഉള്ളൂ. അവിടെ വന്ന എങ്ങനോ ഈ വഴി കാണാൻ വയ്യാതെ, ചിലപ്പോൾ അന്നൊക്കെ ഭയങ്കര കോടമഞ്ഞായിരിക്കും, ഇപ്പോഴും അങ്ങനെ ആണല്ലോ ആയിരിക്കും. ആ കൊക്കയിലേക്ക് പോയി വണ്ടിയും കാളയും എല്ലാവരും കൂടെ. അപ്പൊ അങ്ങനെ ആള് മരിച്ചുപോയി. അതിനുശേഷം പിന്നെ അവിടെ അറിയപ്പെടുന്ന മത്തായിക്കൊക്കെ എന്നാ. ഒത്തിരി 500 അടി അങ്ങോട്ട് താഴ്ച ഉണ്ട് അവിടെ. അത്രയും താഴത്തിലേക്കാണ് പോയത്. ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ്, എക്കോ ലോഡ്ജ്, പീരുമേട്. തട്ടത്തിക്കാനോ എന്നാ അവിടെ എഴുതിയേക്കുന്നത്. കുട്ടിക്കാനം അപ്പുറമാണല്ലോ, ഇവിടെ തട്ടത്തിക്കാനോ. തിരിച്ച് നമ്മൾ കുട്ടിക്കാനം എത്തി. ശരിക്കും വാഗമണ്ണ് വഴി പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തതാണ്. പിന്നെ രാജേഷിന് വയ്യാത്തതുകൊണ്ട് നേരെ നമ്മൾ മുണ്ടക്കയം ഇറങ്ങി ഏറ്റുമാനൂരേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഇതന്നെ ഇങ്ങോട്ട് പോകുന്നത്. അതേന്ന് ഇറങ്ങി. ഇതേലാകുമ്പോൾ ശാലോട്ട് ഇരിക്കാൻ സൗകര്യമുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി. അതല്ല സൗകര്യം കുറവ്, അത്ര സൗകര്യം പോലെ. അതേലും സൗകര്യമുണ്ട്. പുറത്ത് നല്ലൊരു സാരി ഇട്ട് ഇതേ ഡ്രൈവറുടെ ഡ്രൈവിങ്ങിന്റെ സുഖമാർത്തായിരിക്കും. ഡ്രൈവറുടെ നെയ്പരുവൊക്കെ രാവിലെ കണ്ട എവിടെയെങ്കിലും കൊണ്ട് ചാരിച്ച്. പിന്നെ വഴി നല്ലതായതുകൊണ്ടാണ് ഇതിലോട്ട് കയറിയത്. ഇതേ കയറിയിരുന്ന അവിടെ ചെല്ലും നടുവിന്റെ അവസ്ഥ പഴയലും. പിന്നെ അങ്ങോട്ട് പോരെ, അങ്ങോട്ട് പോരാ. എന്നാ ചെയ്താൽ കുറച്ചുകൂടെ ചാരി ഇട്ടിരിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ ചാരി ഇരുന്ന് അതല്ല ഇത്ര ചാരി ഇരിക്കുമ്പോൾ ചെറിയ ആശ്വാസമുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞു. മുണ്ടക്കയത്തുനിന്നേ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി അല്ലാതെ വേറൊരു വഴി കയറി പോകാം കേട്ടോ. തിരിച്ച് നമ്മൾ വാഗമണ്ണ് പുള്ളിക്കാനം വഴി ഇറങ്ങി പോകണമെന്ന് ഞാൻ ഓർത്തത്. നല്ല അടിപൊളി റൂട്ടായിരുന്നു. പക്ഷെ അവന് നടുവിന് വേദന ആയതുകൊണ്ടേ, നമ്മുടെ ആശാന്, മുത്തിന്റെ ആശാന് നടുവിന് വേദന ആയതുകൊണ്ട് അത് മാറ്റി. ആശാൻ ഇന്നോവയിലിരിക്കുന്ന ഇഷ്ടം തോന്നുന്നു. അല്ല, അതായത് ഇച്ചിരൂടെ സീറ്റ് ചായച്ചിടാൻ, അതുകൊണ്ട് അങ്ങ് കയറിയതാ. ഇപ്പൊ നടുവേദനയേ ഉള്ളൂ. വീട്ടിൽ ചെല്ലുമ്പോ നടുവ് കാണുമെന്നാണോ? ഇതന്നെ പറ്റി, ബസ് പണിമുടക്കിയല്ലോ. ഏക്കായാലും ഇന്ന് മഞ്ഞും മഴയൊന്നുമില്ല. ഇവിടുന്ന് 1-2 ലോറി ഇവിടുന്ന് താഴോട്ട് പോയിട്ടുണ്ട്, ഉറങ്ങിപ്പോയിട്ട്. ഇവിടുന്നോ? അത് കഴിഞ്ഞ് ഈ മതിൽ ഇതുപോലെ പണിത്. അതെ, താഴോട്ട് താഴെ ഭയങ്കര കുഴി, അങ്ങ് താഴെ ചെല്ലും. പിന്നെ അത് തന്നെയല്ല, ഈ മഞ്ഞ് സമയത്ത് കോടമഞ്ഞ് കാരണം വഴി അറിയാത്തില്ലാതെ അത് വരുന്നവര് ഭയങ്കര പ്രശ്നമാണ്. അവിടെ അങ്ങനെ ഒരു ഡേഞ്ചർ വളവാണത്. താഴെ എത്തും. ഇങ്ങനെ താഴെ പോയവരൊക്കെ മരിച്ചുപോയി കേട്ടോ. എന്ന് പറഞ്ഞാൽ അത്ര ആഴത്തിലേക്കാണ് പോകുന്നത്. താഴത്തെ റോഡ് വീഴും. റോഡിലോ? ഇവിടുന്ന് താഴോട്ടോ? അവിടുന്ന് അവിടുന്ന് പോരുന്ന വണ്ടി ഏകദേശം ഈ ഭാഗത്ത് വരും. ഇവിടെ ഈ ഭാഗത്തായിട്ട് അത്ര കുഴിയാ മോളേന്ന്. വണ്ടി അവിടുന്ന് വീണിട്ട് ഒന്നുമില്ലായിരുന്നു. ആകപ്പാടെ പീസായി പോയി. വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടം. അതെ, തിരിച്ച് നമ്മള് മുറിഞ്ഞപുഴ എത്തി. അപ്പൊ ഇവിടുന്നാണ് പാഞ്ചാലിമേടിന് നമ്മൾ തിരിഞ്ഞു പോയത്. അപ്പൊ നമ്മള് രാജേഷിനെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ അല്ല, നടുവിനല്ലേ പ്രശ്നമുള്ളൂ, നാക്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നടുവിന് പ്രശ്നം എന്ന് പറഞ്ഞാലേ, നടുവല്ല സുഷുമ്നാനാടി വരുന്നേ. അത് ശരീരത്തേക്ക് എല്ലാ ഭാഗത്തും പോകുന്ന ഞരമ്പിനെ ബാധിക്കും. അത് നാക്കിനൊക്കെ ബാധിക്കും. ആണോ? അതാണ് പ്രശ്നം.
പക്ഷെ രാവിലെ അങ്ങനെ ബാധിച്ചില്ലായിരുന്നു. വിശന്നപ്പം ആശാൻ പ്രത്യേകം പറയണ നടുവാ പ്രത്യേകം തുളിച്ചോണം, എല്ലാ ഭാഗത്തേക്കും പോകുന്ന ഞരമ്പ് വരുന്നത്, അതുകൊണ്ട് നല്ല റെസ്റ്റ് എടുത്തോണം ആശാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ട്രിപ്പ് വന്നപ്പോ മൊത്തം റെസ്റ്റ് ആയിരുന്നു. വായിക്കും റെസ്റ്റ്. കഴിക്കാൻ നേരം മാത്രം വാതിറക്കുന്നുള്ളായിരുന്നു. അതല്ല പറഞ്ഞ ഇത് പ്രവർത്തിക്കാനുള്ള ഞരമ്പ് വർക്കായില്ല, പ്രവർത്തിക്കുവോ? ഇപ്പൊ എങ്ങനെയാ നേരം പ്രവർത്തിക്കുന്നത്? ഇപ്പൊ അതാണ് രാവിലെ നല്ലപോലെ പ്രവർത്തിച്ചു. നാട്ടിലേക്ക് അടുക്കും തോറുവേ ഞരമ്പ് പതുക്കെ പതുക്കെ ശരിയായി വരുന്നുള്ളൂ. സംസാരിക്കാനൊക്കെ ആവതായി വരുന്നു. ആശുപത്രി പോകണ്ട ആ ഒരു ഉത്സാഹത്തിൽ. അത് ശരി. ഹോസ്പിറ്റലിലേക്ക് വിടേണ്ടി വരും. ഹോസ്പിറ്റലിലേക്ക് വിടാം. നിലവിളി ശബ്ദം ഒന്നും വേണ്ട, അത്ര പ്രശ്നമില്ല. താഴെ കുഴിയുന്ന തടി കയറ്റുന്ന അവിടെ ഒരു ട്രെയിനും ഉണ്ട്. പണ്ടൊക്കെ ആന വലിച്ചു കയറ്റുമായിരുന്നു. അപ്പൊ ഇതാണ് പുല്ലുപാറ. അപ്പം ഏക്കാലും നമ്മൾ വന്ന സമയത്ത് നല്ല മഞ്ഞും മഴയും തണുപ്പും ഉണ്ടായിരുന്നു. നല്ല കാലാവസ്ഥയായിരുന്നു. സൂര്യനെ കാണാനില്ലായിരുന്നുള്ളൂ ഉള്ളൂ, പക്ഷെ എന്നാലും നല്ല ക്ലൈമറ്റ് അല്ലായിരുന്നു. അതെ, അതില്ല. അതുമല്ല, ചൂടൊന്നുമില്ല, വെയിലില്ല, മഴയില്ല, ഒന്നുമില്ല. അല്ല, അത് ഇന്നത്തെ കാര്യ. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നല്ല മഞ്ഞല്ലായിരുന്നോ? മഞ്ഞും മഴ ഉണ്ടായിരുന്നല്ലോ. അത് ശരിയാട്ടോ. പക്ഷെ മഞ്ഞല്ല, മഴ അധികം ഇല്ലായിരുന്നു, ചെറുതായിട്ടൊക്കെ ഉള്ളായിരുന്നു. ആവശ്യത്തിന് ആസ്വദിക്കാൻ പറ്റുന്ന മഴ. എനിക്ക് ആ മഴയത്തൊന്ന് കുക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അടുപ്പ് കെട്ടുപോകില്ലേ? മഴയത്ത് കുക്ക് ചെയ്യണം. അത് അവിടെ കാറ്റുമായിരുന്നു, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇത്ര അടുത്ത് വീട്ടിൽ നിന്ന് 1.5 മണിക്കൂർ ഓടിയാ ഇവിടെ വരാം. അപ്പൊ ഇനിയിപ്പോ ഇടയ്ക്ക് എപ്പോഴേലും ഒക്കെ നിങ്ങളാണേലും ചുമ്മാ ഇരിക്കുമ്പോ വന്നാൽ മതി. ഞങ്ങളില്ലാത്തപ്പോഴേ ഞങ്ങള് ചുമ്മാ ഇരിക്കുന്നില്ലല്ലോ അതിനെ. അതിനെ ചുമ്മാ ഇരിക്കുന്നില്ലാത്ത ആരാ ചുമ്മാ ഇരിക്കുന്നല്ലേ? ആരും ചുമ്മാ എല്ലാവർക്കും ഓരോ പരിപാടി അല്ലേ. ഇവിടെ ചേട്ടാ പറഞ്ഞ ഇപ്പൊ പാലാന്നാ എല്ലായിടത്തും. ഇപ്പൊ പാലാന്ന്. പക്ഷെ ഞാൻ ചേട്ടായി പറഞ്ഞപ്പോഴാ ഞാനും ശ്രദ്ധിച്ചല്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ നമ്മളിത് കൊടികുത്തി എത്തി. ഇവിടെ ആയിരുന്നു മാട്ടുചന്ത അങ്ങോട്ട് പോയപ്പോ കണ്ട. ലെഫ്റ്റ് സൈഡിൽ താഴെ. അതെ, ഇവിടെ താഴെ. അപ്പൊ നമ്മള് മലയെല്ലാം ഇറങ്ങി താഴെ വന്നു. 35 മൈലെത്തി. നമ്മൾ മുണ്ടക്കയം എത്തി. നമുക്ക് ഇവിടുന്ന് റൈറ്റ് കയറിപ്പോ. റൈറ്റിലേക്ക് കയറിക്കോ. ഇവിടുന്ന് നമുക്ക് ചോലത്തറം പാതാമ്പുഴയൊക്കെ കൂടി പൂഞ്ഞാർ ഇറങ്ങി അങ്ങ് പോവാം. അപ്പോൾ ഇതേ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഈരാറ്റുപേട്ട, മുണ്ടക്കയം പറത്താനം റോഡ്, നേരെ പോയാൽ എന്തയാർ ഇളങ്കാട്. അവിടെ വെച്ചിപ്പോ നിർത്തിയല്ലേ? അല്ലല്ല, ഞങ്ങള് കുട്ടിക്കാനം പോയിട്ട് വരുന്ന വഴിയാ. ആനയൊക്കെ കാണുന്നൊക്കെ ഞങ്ങളെ കണ്ടു. കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നു, വീട് വണ്ടി ക്ലീൻ ആക്കുന്നു. അവരതിലേ പോയതാട്ടോ. അവിടെ താഴേന്ന് കണ്ടിട്ട് പറയാ വന്നാ കുമ്മളിക്ക് പോകാൻ വന്നാ. നമ്മള് ഹൈ റേഞ്ചിൽ നിന്ന് ഇറങ്ങി താഴെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കൃഷികളും മാറി. ഇതല്ലേ ഇവിടെ എല്ലാം റബ്ബർ കൃഷിയാണ്. അവിടെ തേയിലയും ഏലവും കുരുമുളകും ഒക്കെ അല്ലായിരുന്നു. ഇവിടെ റബ്ബർ. സൂര്യ ഇതിലേ വന്നിട്ടുണ്ടോ ഈ റൂട്ട്? ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അതുകൊണ്ടാ ഇതിലേ പോന്നെ. മറ്റേ വഴി എപ്പോഴും നമ്മൾ പോകുന്ന വഴിയല്ലേ? ശരിയാ. ഇത് പിന്നെ മലയോര ഗ്രാമങ്ങളിൽ കൂടെ ഒക്കെയാണ് പോകുന്നത്. ഇച്ചിരി മല കയറി ഇറങ്ങിയൊക്കെയാ പോകുന്നത്. കോട്ടയം ജില്ലയാ. അല്ലെങ്കിൽ നമ്മള് മുണ്ടക്കയത്ത് വന്ന പാലം കയറി കയറിയപ്പോ കോട്ടയം ജില്ലയാ. പാലം ഇന്നലെ നമ്മള് കയറി ഇറങ്ങിയപ്പോ ഇടുക്കിയിലോട്ട് കയറിയില്ലേ? എന്താ പറഞ്ഞ പോലെ തിരിച്ച് കോട്ടയത്തേക്ക് കയറി. അതെ, കേക്കരോടെ പോകായിരുന്ന ലെവൽ വഴിക്ക് അങ്ങ് പോകായിരുന്നു. അതെ, കയറ്റം ഉണ്ട്. ഇനിയും കയറ്റം കയറി ചെന്ന് പിന്നെ ഒരു ഇറക്കം ഇറങ്ങി അങ്ങനെ അങ്ങ് പോകുന്നത്. പിന്നെ പൂഞ്ഞാറി എന്ന് കഴിഞ്ഞാൽ പിന്നെ ലെവൽ റോഡല്ലേ. ഒരു മല കയറി വന്നു, നമ്മൾ ഇനി താഴേക്ക് ഇറങ്ങാം. ഇത് ചെറിയൊരു ഇറക്കമാ. അപ്പൊ ഇതാണ് പറത്താനം. ഇതെല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സാ. ഓട്ടോക്കാരാ. കുട്ടിക്കാനൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയതാ. ഓട്ടോയാണോ? എന്നാ പേരെങ്ങനെ?
ജോബിൻ ശരി. ഓക്കെ. കോട്ടയത്തിന്റെ മലയോര ഗ്രാമങ്ങളാണ്. നല്ല രസമുണ്ടല്ലേ ഇവിടെ എല്ലാം, ആ വീടുകളും നല്ല എല്ലാം. അതെ, നാടൻ കള്ളുഷാപ്പുകൾ അവിടെ ഇല്ലേ? ഉണ്ട്. അധികം തിരക്കില്ലാത്ത. ഇത് ബസ് റൂട്ടാണോ? ബസ് റൂട്ടാ. ഇവിടെ ഇതിലെ അങ്ങ് വലിയ തിരക്കൊന്നും ഇല്ലെന്ന്. ഇല്ല. ആ ഇതിലെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാനേ നല്ല രസമുള്ള ഒരു റൂട്ടാ. ബസ്സുണ്ട്, പിന്നെ വലിയ തിരക്കൊന്നുമില്ല, അതെ, വഴി നല്ലതാ. അതെ. ഒരു മല കയറി നമ്മൾ ഇറങ്ങി, ഇത് വീണ്ടും അടുത്ത മല. മലയുടെ സൈഡിൽ കൂടെ തന്നെയാ റോഡ്. താഴെ താഴോട്ട് നല്ല ആഴ്ചയാണ്. ആ അതുകൊണ്ടാ എനിക്ക് വന്നത് അങ്ങ് കണ്ട വെള്ളച്ചാട്ടം ആയിരുന്നോ? ആയിരിക്കല്ലേ? അതെ, ആ വെള്ളച്ചാട്ടം അത് നമ്മള് പരുന്തുംപാറ നിന്ന് കണ്ടില്ലേ? ആ വെള്ളച്ചാട്ടം എന്നറിയാം. അതിന്റെ ആ ഇത് ഞാൻ നോക്കിയായിരുന്നു. സെയിം ഇതുപോലെ അത്. അപ്പൊ ഇതാണ് ചോലത്തടം. അപ്പൊ നമ്മള് മുണ്ടക്കയത്ത് നിന്ന് പറത്താനം, ചോലത്തടം, അടുത്ത പാതാമ്പുഴ, പൂഞ്ഞാർ, അങ്ങനെ ഈ റൂട്ടിലാണ് പോകുന്നത്. ഇത് ചോലത്തടം പള്ളിയാണ്. ചോലത്തടം പണ്ട് ഞാൻ വന്നിട്ടുണ്ട്, ഒത്തിരി നാൾ മുമ്പ്, ചെറുപ്പത്തിൽ. ഇനി അങ്ങോട്ട് നല്ല ഇറക്കമാണ്. 2-3 നല്ല വളവൊക്കെ ഉണ്ട്. റോഡിൻ്റെ സൈഡ് ഓടയെല്ലാം തെളിച്ചു വിടുക മഴയായപ്പോൾ. ഇവിടെ മരം വെട്ടിയിട്ട് ക്രെയിന് മരം താഴേന്ന് എടുക്കാൻ തോന്നുന്നു. ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ക്രെയിന്. അതോ ക്രെയിൻ വെച്ച് മുറിക്കുന്ന കേട്ടോ, ക്രെയിൻ വെച്ച് പിടിച്ചോണ്ട്. അല്ല, ലോഡ് ചെയ്യാനും കൂടെ. ലോഡ് ചെയ്യാനൊരു വണ്ടി വന്നിട്ടുണ്ട്, അത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക ക്രെയിൻ. അതെല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് കേട്ടോ, ഒത്തേട്ട വണ്ടിയാന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെയും ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക, തടി ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുക. വരട്ടെ. എല്ലാവരും സൈഡ് പറയുന്നുണ്ട്. കറക്റ്റ് ഇടയുള്ളായിരുന്നു. അപ്പം അടുത്തൊരു മല ഇറങ്ങി നമ്മൾ വരികയാണ് താഴേക്ക്. മലനിരകൾ കണ്ടോ? നേരത്തെ റൈറ്റ് സൈഡിലായിരുന്നു, ഇപ്പൊ ലെഫ്റ്റ് സൈഡിലായി. മല അങ്ങ് കണ്ടാ? ശരിയാ ശരിയാ. മുണ്ടക്കയം, പൂഞ്ഞാർ, പാതാമ്പുഴ, ഈരാറ്റുപേട്ടന്ന് വരുന്ന വണ്ടിയാ കേട്ടോ. പാതാമ്പുഴ വഴി മുണ്ടക്കയം. നല്ലൊരു ഇറക്കമാണ് നമ്മൾ ഇറങ്ങി വരുന്നത്. വെയിറ്റ് ഷർട്ട് കണ്ടോ? അതിനെല്ലാം അടിപൊളി വെയിറ്റ് ഷർട്ടാ കേട്ടോ. അപ്പുറത്തും ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കണ്ടത്. കുഴുമ്പള്ളിക്കവല ബസ് കാത്തിരിപ്പ് കേന്ദ്രം. അതായത് നല്ലപോലെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. കമ്പിയല്ല, പൈപ്പല്ല. മാതൃക അങ്കണവാടി, മലയിഞ്ചിപ്പാറ. അവിടെയും തടി ലോഡ് ചെയ്യുന്നുണ്ട് ലോറിയിൽ. അതൊക്കെ പെരുമ്പാവൂരിന് പോന്ന, പ്ലൈവുഡ് കമ്പനിയിലേക്കൊക്കെ പോന്ന എല്ലാം നമ്മുടെ ആൾക്കാരാണ്. ഞങ്ങൾ കുട്ടിക്കാനൊക്കെ പോയി ചെന്ന. പിന്നെ ട്രിപ്പ് പോയില്ലോ അടുത്ത്. എവിടെ? ഡൽഹി അല്ല, ഇതല്ലേ കാഠ്മണ്ഡു അല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മേഘാലയ പോയായിരുന്നു. ഓക്കെ, എല്ലാരും ഇവിടെ ഉള്ള. അവള് വന്നില്ല, വീട്ടില. ഓക്കെ. അതിരിപ്പുണ്ട്. കഴിഞ്ഞോ? ലോഡിങ് കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ അവർ ലോഡ് കയറ്റി കഴിഞ്ഞ് കെട്ടിക്കൊണ്ടിരിക്കുക. ഈ തടിലോടായതുകൊണ്ടേ പഴുതായൊന്നുണ്ടല്ലോ. പഴുതായിടണ്ട, പക്ഷെ നല്ല സൂക്ഷിച്ച് വേണം ഓടിക്കാൻ തടിവണ്ടി. അത് തന്നെയല്ല, കെട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇവര് അതുപോലെ നല്ലപോലെ കെട്ടിയില്ലെങ്കിൽ അട്ടയൊക്കെ തളിപ്പോ. അതൊരു പ്രത്യേക ബാലൻസാ. അട്ട അടുക്കി വെച്ചേക്കുന്നുണ്ടോ? അപ്പൊ ഇതാണ് പാതാമ്പുഴ. അപ്പൊ നമ്മൾ മലയൊക്കെ ഇറങ്ങി പാതാമ്പുഴ എത്തി. ഈ കടയൊക്കെ കണ്ടോ സൈഡിലെ? അതൊക്കെ പഴയ കടകളല്ലേ? നമ്മള് മലയെല്ലാം ഇറങ്ങി താഴെ വന്നു കേട്ടോ. ഈ നിരപ്പ് വഴിയാ. പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് സ്വാഗതം. പൂഞ്ഞാറിലേക്ക് അടുത്തോണ്ടിരിക്കുക. അവിടെ തോട്ടിലോട്ട് ഇറങ്ങാനുള്ള സൗകര്യം കണ്ടു. ചെന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ ദാമിക്കുട്ടിയുടെ വെള്ളച്ചാട്ടത്തിലുള്ളത് തോട്ടിൽ കുളിക്കണോ? അത് ശരി. ഇറങ്ങാനായിട്ട് ഡ്രസ്സും മാറി തോർത്തൊക്കെ എടുത്ത് ഇനി എങ്ങാനും ഇറങ്ങാൻ പറ്റി കുളിക്കാം. രണ്ടുപേരും ഒന്ന് നിരീക്ഷിച്ചൊക്കെ കഴിഞ്ഞോ? ഞങ്ങക്ക് ഇറങ്ങാൻ പറ്റുമോ? എടാ, നീ തോട്ടപ്പുഴ ഉണ്ടോ നോക്കിയായിരുന്നോ? ഇവിടെ തോട്ടപ്പുഴ ഇല്ല. ഇവിടെ ഇല്ല. ഇല്ലല്ലേ? ഉണ്ടായാലും അവനെ പിടിക്കുള്ളൂ. തോട്ടപ്പുഴ ഇല്ല ഇവിടെ. നല്ല ശുദ്ധമായ വെള്ളം, അതുകൊണ്ടേ ശാന്തമായി ഒഴുകുന്ന ഒരു തോട്. അതുകൊണ്ട് ആകാശ് പറയാനേ, ശുദ്ധവെള്ളത്തിൽ കുളിച്ചതിന് അശുദ്ധമാക്കണ്ടെന്ന്. അതുകൊണ്ട് അവൻ ഇറങ്ങുന്നില്ലെന്ന്.
വണ്ടി കളിക്കുന്ന ഉലിത് പോകും അതാ. ആ നീ ഒന്ന് കുളിച്ചോടാ, കുറച്ച് ദിവസം ആയില്ലേ. തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞോട്ടെ, ഇങ്ങോട്ട് അങ്ങോട്ട് പുറകോട്ടല്ലേ മുന്നോട്ട്. മുൻപോട്ട് കിടക്ക്, ഇങ്ങോട്ട് കിടക്ക്. ആ അങ്ങനെ വെള്ളത്തിന്റെ ഒഴുക്കിനൂടെ അങ്ങ് പോവുക. ഇപ്പൊ രണ്ടുപേരും കൂടെ എത്തിയിട്ടുണ്ട്. രണ്ടുപേരും ചാടുന്നുണ്ടോ? അപ്പുറത്തെ സൈഡിലോട്ട് പോകണ്ട, അവിടെ നല്ല ഒഴുക്കുണ്ട്. നടപ്പിന് മുങ്ങാനുള്ള വെള്ളം മതി. മുതലൊന്നല്ല. ഇവിടെയൊക്കെ തോട് കണ്ടോ എന്നാ ക്ലിയറാന്ന് നോക്കിയോ, ഒരു പ്ലാസ്റ്റിക്കോ വേസ്റ്റോ ഒന്നുമില്ല. കുളി കഴിഞ്ഞോ? കുളിയൊക്കെ കഴിഞ്ഞു. ഓ ഇതാരെയും വരുന്നേ? അതെ, ഞങ്ങള് തോർത്തൊക്കെ കൊടുത്താ വരുന്നേ. 3 പേരും നനഞ്ഞു. അത് ശരി. എങ്ങനെ ഉണ്ടായിരുന്നു തോട്ടിലെ കുളി? ആണോ, കൊള്ളായിരുന്നോ? കയറി പോരാൻ തോന്നിയില്ലല്ലേ? ആ, കട്ടാറത്ത് ബ്രിഡ്ജ് മീനച്ചിലാറാ ഇത് കേട്ടോ, റിവർ മീനച്ചിലാണ്. അതെ, ആ അവിടെ അതെ മീനച്ചിലാറിന്റെ ഉത്ഭവമാണ് ഇവിടെ അടുത്തുനിന്ന്. സ്ഥലങ്ങളിലാണ് കുളിച്ചത്. നമ്മളിതേ പൂഞ്ഞാറെത്തി, ഇവിടുന്ന് ലെഫ്റ്റ്. മനസ്സിലായോ? ആ, ഇവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലായി. ആണോ? ഈ വഴിയാണ് നമ്മള് വന്നത്. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, മങ്കുഴി. ഈ പൂഞ്ഞാറിന്നേ കുറേ ഹിൽ സ്റ്റേഷനുകളുണ്ട് ഇവിടുന്ന് അടുത്ത് കയറി പോകുന്ന മലമ്പ്രദേശം. ഇവിടെയോ? പിന്നെ കുറേ ഉണ്ട് ഇവിടെ വന്നിട്ട് തിരിഞ്ഞു പോകുന്നത്. എല്ലായിടത്തോടെയും പോയാൽ നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. ഇനി നമുക്ക് പിന്നെ എപ്പോഴേലും പോവാം. അപ്പം കൈപ്പള്ളിക്ക് കയറി അതിലെ ഈയിടെ നമ്മൾ ഇങ്ങോട്ട് പോകല്ലേ, ചായയുടെ അങ്ങോട്ട് ഏതാറൊക്കെ കിളങ്കാടൊക്കെ പോകുന്നത്, അതൊക്കെ നല്ല അടിപൊളി റൂട്ടാണ്. അന്ന് പോയില്ല മൊത്തേ ആ വഴിയല്ല കേട്ടോ, ആ വഴിയല്ല, അല്ലാതെ കൈപ്പള്ളി വഴി. സെന്റ് മേരീസ് ഫെറോന പള്ളി, പൂഞ്ഞാർ. പനച്ചികപ്പാറ, ഇത് പനച്ചിപ്പാറ എന്നും പറയാം, പനച്ചികപ്പാറ എന്നും പറയും. പുത്തമ്പള്ളി ജുമാ മസ്ജിദ്, ഈരാറ്റുപേട്ട. ഇപ്പം നമ്മൾ വന്നപ്പോൾ കയറ്റിക്കൊണ്ടിരുന്ന ലോഡായത് ആ വണ്ടിയാ. ആ, കെട്ടി തീരാറായെന്ന് പറഞ്ഞില്ലേ, ആ വണ്ടിയാ. ഈരാറ്റുപേട്ട ബസ് സ്റ്റാൻഡ് പണി ഞാൻ വേണ്ടി പൊളിച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ കാഞ്ഞിരപ്പള്ളി. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അതിലെയാ പോയത് കേട്ടോ, അങ്കാളമ്മൻ കോവിൽ. പാലാ, തൊടുപുഴ, കോട്ടയം. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ മേലുകാവ്, മുട്ടം വഴി തൊടുപുഴ, ഇടത്തേക്ക് പാല. ഇതേ ഒരു കൊച്ചു ഫാമിലി മെമ്പർ. എന്താ പേര്? നേഹ. എത്രയിലാ പഠിക്കുന്നേ? 3Bയിലോ? വീടാണോ ചേച്ചി? അറിയത്തില്ല. പുള്ളിയുള്ള വീഡിയോ മെയിൻ ആയിട്ട് കാണാറുള്ളൂ. അത് പറഞ്ഞപ്പോ അതെ അവൻ വളഞ്ഞു പോകുന്നു. ഇങ്ങനൊന്നും പറയില്ല, എനിക്ക് എളിമ പെട്ടെന്ന് കൂടും. പെട്ടെന്ന് ആളെ മനസ്സിലായില്ല ഇങ്ങനെ വീഡിയോക്ക്. അത് ഞങ്ങളുടെ സ്റ്റൈലിന് വേണ്ടി മുടി വെട്ടിയതാ, ശിക്കനായി പോയി. എല്ലാരും ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് കണ്ടപ്പോ മനസ്സിലായില്ല. നേരെ നിൽക്കാം, അതെ ചാരാതെ വണ്ടി അങ്ങോട്ട് ചെല്ലു. എന്നാ എല്ലാം എടുത്തോണ്ട് പോന്നെ? എടപ്പോ 2 പേരെ ആശുപത്രി കൊണ്ടുപോകണം. അപ്പൊ ചെല്ലുമ്പോഴത്തേനും താമസിക്കുകയല്ലേ, അപ്പൊ നേരത്തെ പോവാണ്. നിങ്ങൾ അവിടെ വരുമ്പോ ഞങ്ങൾ എന്തെങ്കിലും ചെക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, കൊച്ചി ഇവര് വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറക്കും. വേറൊരു അപ്പുറത്ത് വേറെ ആറ്റിച്ചാടുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് വെള്ളത്തിൽ പോകാം. അതെ, സൂര്യൻ അങ്ങനെ ചായാൻ തുടങ്ങുന്നു. എന്നെ കളറാന്ന് നോക്കി. അതെ, സൂര്യൻ അസ്തമിച്ചു. രാമൻകുട്ടി, രാമൻകുട്ടി എൻ്റെ കൂടെ വന്നു. അതെ, പഴയൊരു കടയല്ലേ. അപ്പം നമ്മൾ ഭരണങ്ങാനം എത്തി. ഈ റൈറ്റ് സൈഡിലാണ് അൽഫോൺസാമ്മയുടെ കബറിടം, സെന്റ് മേരീസ് ഫൊറോന ചർച്ച്, ഭരണങ്ങാനം. നമ്മളിപ്പം മീനച്ചിലാറിന്റെ തീരത്ത് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് മീനച്ചിലാർ എന്നാ വലുതല്ലേ. ആ കണ്ടോ, നമ്മൾ ഇറങ്ങിയിടത്ത് ചെറുതായിരുന്നു. ഇത് മഴക്കാലത്ത് നല്ല വെള്ളം വരും. നമ്മൾ കുറച്ച് പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയതാ. ഇന്നലെ പെട്രോള് തീർന്നു പോയി, രാത്രി ജനറേറ്റർ ഓഫ് ആയി പോയി. രാത്രിയല്ല, വെളുപ്പിനെ എപ്പോഴോ. പിന്നെ തണുപ്പായിരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അടുത്ത യാത്രയുടെ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ കാണാം.